ബീച്ചറിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകൾ ചെയ്തു. ആദ്യം സുഹൃത്തായിട്ട് ചെയ്തു, പിന്നെ മകനായിട്ട് ചെയ്തു, ഇപ്പൊ സഹപ്രവർത്തകനായിട്ട് ചെയ്തു. എപ്പോഴും ബീച്ചറിന്റെ കൂടെ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു സുഹൃത്തിന്റെ സ്പേസ് എനിക്ക് തരാറുണ്ട്. പിന്നെ മലയാള സിനിമയിലെ എന്താ പറയാ, ഒരു കറകളഞ്ഞ പോലീസ് ഓഫീസറാണ് ബിജു മേനോൻ. അപ്പൊ അദ്ദേഹം ഒരു പോലീസ് സിനിമ ചെയ്യുമ്പോൾ അത് വെറുതെ ആവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ സിനിമയുടെ തലവൻ അദ്ദേഹമാണ്. തിയേറ്റർ റെസ്പോൺസ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു റെസ്പോൺസ് കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. മാൻ ഓഫ് ദ മാച്ച്. ഈ സിനിമ ഈ പരുവത്തിലാക്കിയതിൽ ഏറ്റവും വലിയ പങ്കുള്ള ആളാണ് ഞങ്ങളുടെ എഡിറ്റർ സൂരജ്. ഒരു ത്രില്ലർ സിനിമയ്ക്ക് എപ്പോഴും വേണ്ടത് ആളുകൾ സിനിമയിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ളൊരു സമയം കൊടുക്കരുത്, ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സത്യമായിട്ടും ഈ എഡിറ്ററാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ അഭിമാനത്തോടെ ഞങ്ങൾ കാണിക്കുന്നു ഞങ്ങളുടെ എഡിറ്റർ മിസ്റ്റർ സൂരജ്. ശരിക്കും ഹ്യൂമർ വർക്ക്ഔട്ട് ആയതും കുഞ്ഞു നമ്മൾ പോലും വിചാരിക്കാത്ത കുറെ കുഞ്ഞു ഏരിയാസ് ആളുകൾക്ക് കണക്ട് ആയി എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, ഈ തിയേറ്റർ റെസ്പോൺസ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു റെസ്പോൺസ് കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലേ, എന്നാ പറയ്. വരും. ഞങ്ങൾ മനഃപൂർവ്വം എഴുതി കാണിച്ചില്ലെന്നേ ഉള്ളൂ. ലാസ്റ്റ് പ്രേക്ഷകരുടെ റെസ്പോൺസ് ഇതാണെങ്കിൽ ഉറപ്പായിട്ടും കാർത്തിക്കും ശങ്കറും ഒരു വരവും കൂടെ വരും. ബാക്കിൽ രസീകരിക്കുന്നുണ്ട്. മാൻ ഓഫ് ദ മാച്ച്. ഈ സിനിമയെ ഇത്രയും പാക്ക് ചെയ്ത് അമ്മയാണ്. തിരക്ക്. ഹലോ എടാ, ഒരു മിനിറ്റ് ഒന്ന് മാറി നോക്കണേ. ഈ സിനിമ ഈ പരുവത്തിലാക്കിയതിൽ ഏറ്റവും വലിയ പങ്കുള്ള ആളാണ് ഞങ്ങളുടെ എഡിറ്റർ സൂരജ്. ഒരു ത്രില്ലർ സിനിമയ്ക്ക് എപ്പോഴും വേണ്ടത് ആളുകൾ സിനിമയിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ളൊരു സമയം കൊടുക്കരുത്, ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സത്യമായിട്ടും ഈ എഡിറ്ററാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ അഭിമാനത്തോടെ ഞങ്ങൾ കാണിക്കുന്നു ഞങ്ങളുടെ എഡിറ്റർ മിസ്റ്റർ സൂരജ്. ബീച്ചറിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകൾ ചെയ്തു. ആദ്യം സുഹൃത്തായിട്ട് ചെയ്തു, പിന്നെ മകനായിട്ട് ചെയ്തു, ഇപ്പൊ സഹപ്രവർത്തകനായിട്ട് ചെയ്തു. എപ്പോഴും ബീച്ചറിന്റെ കൂടെ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു സുഹൃത്തിന്റെ സ്പേസ് എനിക്ക് തരാറുണ്ട്. പിന്നെ മലയാള സിനിമയിലെ എന്താ പറയാ, ഒരു കറകളഞ്ഞ പോലീസ് ഓഫീസറാണ് ബിജു മേനോൻ. അപ്പൊ അദ്ദേഹം ഒരു പോലീസ് സിനിമ ചെയ്യുമ്പോൾ അത് വെറുതെ ആവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ സിനിമയുടെ തലവൻ അദ്ദേഹമാണ്.